കർക്കിടക പുലരിക്ക് തുടക്കമായിരിക്കുകയാണ്. രാമായണ മാസമായി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളെല്ലാം രാമായണ ധ്വനികളാൽ മുഖരിതമാകും. അതോടൊപ്പം തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗജ സംഗമവും ഗജ ഊട്ടും നടക്കാറുണ്ട്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗജസംഗമം നടക്കുന്ന ഒരു ചടങ്ങാണ് ആനയൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം നല്ല മഴയാണ്. പക്ഷേ മഴയെ വകവെക്കാതെ തന്നെ തൃശ്ശൂരിൻ്റെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് നിരവധി ആനപ്രേമികളാണ് ഈ ഗജയൂട്ട് കാണാനും ഈ ഗജസംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഗജസംഗമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 വർഷത്തിന് ശേഷം ഗജപൂജയും ഇന്നിവിടെ നടക്കുന്നുണ്ട്. 4 വർഷത്തിൽ ഒരിക്കലാണ് ഗജപൂജ നടക്കാറ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഗജപൂജയുടെ സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് മഴയെ വകവെക്കാതെ തന്നെ നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഗജസംഗമവും അതുപോലെ തന്നെ ഗജ ഊട്ടും അതിൻ്റെ ചടങ്ങുകൾ എന്താണ്, കാഴ്ചകളും എല്ലാം ഒന്ന് കാണാം. തൃശ്ശിവപേരൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം പേരും പ്രശസ്തിയും കൊണ്ട് എന്നും തൃശൂർക്കാരെ ആകർഷിക്കുന്ന സന്നിധിയാണ്. തൃശൂർ പൂരം കഴിഞ്ഞാൽ അതേ ആവേശത്തോടെ തന്നെയാണ് വടക്കുംനാഥനിലെ ആനയൂട്ടിനും ആളുകളെത്തുക. എല്ലാ വർഷവും കർക്കിടകം 1-നാണ് ആനയൂട്ട് നടക്കുക. കർക്കിടക മാസമായാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആനയൂട്ട് നടത്താറുണ്ടെങ്കിലും ഇത്രയധികം ആനകൾ പങ്കെടുക്കുന്നു എന്നതുകൊണ്ടാണ് വടക്കുംനാഥനിലെ ആനയൂട്ട് പ്രശസ്തിയാർജിച്ചത്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 12,008 നാളികേരം, 2,500 കിലോ ശർക്കര, 200 കിലോ നെയ്യ്, 1000 കിലോ അവിൽ, 100 കിലോ മലർ, തേൻ, ഗണപതി നാരങ്ങ എന്നിവ ഉപയോഗിച്ചാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള പ്രസാദം തയ്യാറാക്കിയത്. ഇതിനുശേഷമാണ് ആനയൂട്ട്. ആനയൂട്ടിൽ പങ്കെടുക്കാൻ പേരുകേട്ട കൊമ്പന്മാരും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുൾപ്പെടെയുള്ള ഗജകേസരികളും പ്രൗഢിയോടെ തന്നെ വടക്കുംനാഥന്റെ തിരുമുറ്റത്തേക്ക് വരി വരിയായി അച്ചടക്കത്തോടെ പ്രവേശിച്ചു. ആനച്ചന്തം എന്താണെന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞറിയിച്ചായിരുന്നു കരിവീരന്മാരുടെ രംഗപ്രവേശം. ആളും ആരവവുമായി ആരാധകപ്പട മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനത്തിന്റെ തലയെടുപ്പോടെ തന്നെയാണ് ആനക്കുട്ടന്മാരുടെ വരവ്. ഇത്തവണ ആനയൂട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 4 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷ ഗണപതി സങ്കല്പത്തിൽ നടക്കുന്ന ഗജപൂജയും ആനയൂട്ടിന്റെ മറ്റൊരു ആകർഷണീയതയായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിനുള്ളിൽ ആനകളെ ആചാരപരമായി നിരത്തി നിർത്തിയാണ് ഗജപൂജ. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനും ആനകളുടെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് ഗജപൂജയും ആനയൂട്ടും നടത്തുന്നത്. ഗജകേസരികൾ നിരനിരയായി നിന്ന് പൂജയും ആരാധനയും ഏറ്റുവാങ്ങി.
ശേഷമാണ് ആനയൂട്ട്. തെക്കേ ഗോപുരനടയ്ക്ക് സമീപമാണ് ആനയൂട്ട്. ഇത്തവണ 63 ആനകളാണ് ആനയൂട്ടിൽ പങ്കാളികളായത്. അതിൽ പെണ്ണാനകളുടെ വലിയ സാന്നിധ്യവും ശ്രദ്ധേയമായി. ആദ്യമായാണ് ആനയൂട്ടിൽ ഇത്രയധികം പെണ്ണാനകൾ പങ്കെടുക്കുന്നത്. 9 പെണ്ണാനകളെ ആദരസൂചകമായി പുതുവസ്ത്രം നൽകി ആദരിക്കുകയും ചെയ്തു. തുടർന്ന് ആനയൂട്ട്. ക്ഷേത്രം തന്ത്രി സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ടുകൾ ചേർത്ത ചോറുരുളയാണ് ആദ്യം നൽകിയത്. പിന്നീട് പൈനാപ്പിൾ, കക്കിരിക്ക, വെള്ളരി, കരിമ്പ്, തണ്ണിമത്തൻ, പേരയ്ക്ക തുടങ്ങിയ പഴങ്ങളും ഗജവീരന്മാർ ഭക്തരിൽ നിന്ന് ആസ്വദിച്ച് കഴിച്ചു. മഴയെ വകവയ്ക്കാതെ നിരവധി പേരാണ് വിവിധയിടങ്ങളിൽ നിന്ന് ആനയൂട്ട് കാണാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. പ്രത്യേകം ബാരിക്കേഡ് കെട്ടി നിയന്ത്രിച്ചായിരുന്നു ആനയൂട്ട്. സുരക്ഷിതമായി ആനയൂട്ട് നടത്താൻ അധികാരികളുടെ മേൽനോട്ടവും കുറ്റമറ്റതായിരുന്നു. ആനയൂട്ട് കാണാനെത്തുന്ന ആളുകൾക്ക് സുഗമമായി ആനയൂട്ടിൽ പങ്കെടുക്കാനും സൗകര്യം ഒരുക്കിയിരുന്നു. തൃശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ആനയൂട്ട് വലിയ ആഘോഷമാണ്. ആനപ്രേമികൾ കൂടിയായതോടെ യഥാർത്ഥത്തിൽ ആനയൂട്ട് ഉത്സവ പ്രതീതിയായി മാറി.
വടക്കുംനാഥനെ സാക്ഷിയാക്കി ഒട്ടനവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ ഗജഊട്ട് ഗംഭീരമായി. 63 ഗജകേസരികളാണ് ഇത്തവണത്തെ ആനയൂട്ടിൽ പങ്കെടുത്തത്. ഇനിയൊരു കാത്തിരിപ്പാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ആനയൂട്ട് എന്ന് പറയുന്നത് പൂരത്തിൻ്റെ അതേ പ്രതീതി കാണുന്ന ചടങ്ങാണ്. മാത്രമല്ല നിരവധി ആനപ്രേമികളും ഭക്തരുമാണ് ഈ ചടങ്ങിൽ പങ്കാളികളാവാനായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നത്. ഇനി ഒരു കാത്തിരിപ്പാണ് അടുത്ത കൊല്ലത്തെ ആനയൂട്ടിനായി.